ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 2275. ഇന്ന് മാർച്ച് മാസം 24-ാം തീയതി, 83-ാമത്തെ ദിവസത്തിലെത്തി. ഇന്ന് വലിയ നോമ്പ് 37-ാം ദിനമാണ്. ലോകത്തിന്റെ വശീകരണങ്ങളിൽ പെട്ടുപോകുക സ്വാഭാവികമാണ്. എന്നാൽ അതിൽ നിന്ന് വഴിമാറി നടക്കുക അതത്ര എളുപ്പമുള്ള കാര്യമല്ല. കുറെ കൂടി ആഴപ്പെട്ട ജീവിതത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. ആലോചിച്ചു നോക്കിയേ, അർഹതയുണ്ടെന്ന് തോന്നുന്ന ആഹ്ലാദങ്ങൾ പോലും, അവകാശപ്പെട്ടതാണെന്ന് കരുതുന്ന അലങ്കാരങ്ങൾ പോലും വേണ്ടെന്ന് വെക്കുന്ന ചില മനുഷ്യരുണ്ട് നമുക്കിടയിൽ. നോമ്പുകാലത്ത് നമ്മളും അങ്ങനെ ആകണമെന്ന് പറയാൻ വലിയ ധൈര്യമൊന്നുമില്ല, ഒട്ടും എളുപ്പമല്ല. അങ്ങനെയുള്ള മനുഷ്യരുണ്ടെന്നെങ്കിലും ഒന്ന് തിരിച്ചറിയണം. അവകാശമുണ്ടെന്ന് കരുതുന്ന പല സംഗതികളും വേണ്ടെന്ന് വെക്കുന്നു. സാധിക്കുമായിരുന്ന പല അലങ്കാരങ്ങളും ആഡംബരങ്ങളും ബോധപൂർവം ഒഴിവാക്കുന്നു. അങ്ങനെ ചില മനുഷ്യരുണ്ട് നമുക്കിടയിൽ, ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്. വേദപുസ്തകവും അത്തരം ചില മനുഷ്യരെ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ബർസില്ല അങ്ങനെ ഒരാളാണ്. ശമൂവേൽ പ്രവാചകന്റെ 2-ാം പുസ്തകത്തിനകത്തുണ്ട്, 19-ാം അധ്യായത്തിൽ. ഒന്ന് തപ്പിയിറങ്ങിയാലോ വല്ലാതെ ഭാരപ്പെട്ടു പോകുന്നു ബർസില്ലയെ കണ്ടെത്തി കഴിയുമ്പോൾ. ദാവീദിന്റെ ഒരു ഒളിച്ചോട്ടക്കാലമുണ്ട്. മകൻ അബ്സലോമിനെ പേടിച്ചിട്ടാണ്. മകനെ പേടിച്ച് ഓടിപ്പോയ അപ്പനെ സംരക്ഷിച്ച മനുഷ്യനാണ് ബർസില്ല. ഒടുവില് ദാവീദ് തിരികെ യെരുശലേമിലേക്ക് മടങ്ങുക. ദാവീദ് പക്ഷേ ഇയാളെ മറക്കുന്നില്ല. രാജകൊട്ടാരത്തിൽ തന്നോടൊപ്പം കഴിയാൻ ദാവീദ് ബർസില്ലയെ ക്ഷണിക്കുന്നുണ്ട്. നന്ദിയുള്ള ആളാണ്. പണ്ട് സഹായിച്ചവരെ മറക്കുകയാണ് എളുപ്പം, സ്വാഭാവികവും. ഓർത്ത് കരുതാനായിട്ട് എത്ര പേർക്ക് പറ്റും? ഇത്ര വലിയ പ്രതിഫലമൊന്നും താൻ അർഹിക്കുന്നില്ലെന്ന് പറയുകയാണ് ബർസില്ല. രാജകൊട്ടാരത്തിലെ രാജാവിന്റെ ക്ഷണിതാവായിട്ട്, വിരുന്നുകാരനായിട്ട് കഴിയാനായിട്ട് ഞാൻ വലിയ ഇതൊന്നും ചെയ്തിട്ടില്ലെന്ന് പറയുകയാണ്. ഇതൊന്നും താൻ അർഹിക്കുന്നില്ല. മാത്രമല്ല, ബർസില്ല പറയുന്നുണ്ട്, വൃദ്ധനായ താൻ അവിടെ വന്ന് കൊട്ടാരത്തിൽ വസിച്ചാല് അത് രാജാവായ ദാവീദിന് ഭാരമായി മാറും. അങ്ങനെയൊക്കെ പറഞ്ഞ് സ്നേഹപൂർവ്വം ആ ക്ഷണവും അവസരവും നിരസിക്കുകയാണ്. രാജകീയമായ ഒരു ജീവിതം നിരസിച്ച് സ്വന്തം പട്ടണത്തിൽ ഒരു സാധാരണക്കാരനെ പോലെ ജീവിച്ച് കടന്നുപോകാൻ ആഗ്രഹിച്ച ഒരു കുലീനനായ മനുഷ്യൻ. വേദവസം തരുന്ന വളരെ മനോഹരമായ ഒരു കാഴ്ച കൂടിയാണ്. ആ ഒരു നിലയിലേക്ക് എത്തുക എളുപ്പമല്ലെങ്കിലും ഇങ്ങനെയും ചില മനുഷ്യർ അന്നും ഇന്നും നമുക്കിടയിലും ഉണ്ടെന്നെങ്കിലും ഒരു തിരിച്ചറിവ് ഈ നോമ്പിന്റെ നാളുകളിൽ ഓരോരുത്തരും ഒന്നും സ്വന്തമാക്കിയ നല്ലതാണ്. ആമേൻ.